DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിക്ഷേപം നടത്തുന്നവർ നിരവധി പേരാണ്. നിക്ഷേപിക്കുന്ന തുകയുടെ സുരക്ഷിതത്വവും പലിശ നിരക്കുമാണ് നിക്ഷേപം നടത്താൻ ആളുകളെ പ്രേരിപ്പിക്കുന്നത്. സുരക്ഷിതമല്ലാത്ത നിക്ഷേപങ്ങളിൽ ഏർപ്പെട്ട് നിരവധി പേരുടെ സമ്പാദ്യവും നഷ്ടപ്പെട്ട സാഹചര്യങ്ങളൊക്കെയുണ്ട്. അതിനാൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സംരക്ഷണത്തിൽ നമ്മൾ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് പൂർണ്ണ ഗ്യാരണ്ടിയും മികച്ച പലിശ വരുമാനവും ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയുടെ വിശദ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ഒരു തവണ ഒരു നിശ്ചിത തുക നിക്ഷേപിച്ച് മാസം തോറും സ്ഥിര വരുമാനം ഉറപ്പാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ കേന്ദ്ര സർക്കാർ പിന്തുണയുള്ള ഒരു ജനപ്രിയ സമ്പാദ്യ പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം. സാധാരണ നിക്ഷേപങ്ങളിൽ കാലാവധി പൂർത്തിയാകുമ്പോൾ മാത്രം തുക തിരികെ ലഭിക്കുമ്പോൾ ഈ പദ്ധതിയിലൂടെ നിക്ഷേപിച്ച തുക സുരക്ഷിതമായി നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രതിമാസം കൃത്യമായ പലിശ വരുമാനമായി നേടാൻ സാധിക്കും. റിസ്ക് ഒഴിവാക്കി നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന മുതിർന്ന പൗരന്മാർക്കും വീട്ടമ്മമാർക്കും വിരമിച്ച ജീവനക്കാർക്കുമൊക്കെ ഇതേറെ പ്രയോജനകരമാണ്. ഈ പദ്ധതിയിൽ പണം നിക്ഷേപിക്കുമ്പോൾ വ്യക്തിഗത നിക്ഷേപത്തിനും ജോയിന്റ് നിക്ഷേപത്തിനും പ്രത്യേക പരിധികളുണ്ട്. ഒരു വ്യക്തിഗത അക്കൗണ്ട് ഉടമയ്ക്ക് പരമാവധി 9 ലക്ഷം രൂപ വരെയും ജോയിന്റ് അക്കൗണ്ടായി 3 പേർക്ക് ചേർന്ന് പരമാവധി 15 ലക്ഷം രൂപ വരെയും നിക്ഷേപിക്കാം. പദ്ധതിയിൽ ചേരുന്നതിനായി ഏറ്റവും കുറഞ്ഞത് 1000 രൂപ മാത്രം നിക്ഷേപിച്ചാൽ മതിയാകും. 18 വയസ്സിന് മുകളിലുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിൽ അക്കൗണ്ട് ആരംഭിക്കാം. മാതാപിതാക്കൾക്ക് തങ്ങളുടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ പേരിൽ അക്കൗണ്ട് തുടങ്ങാമെന്നതിനൊപ്പം 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് സ്വന്തം പേരിലും അക്കൗണ്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. എന്നാൽ NRIകൾക്ക് ഈ പദ്ധതിയിൽ നിക്ഷേപം നടത്താൻ സാധിക്കില്ല. നിലവിൽ 2026 ജൂലൈ മുതൽ ഈ പദ്ധതിക്ക് വാർഷിക പലിശ നിരക്കായി ലഭിക്കുന്നത് 7.4%. ഈ പലിശ തുക പ്രതിമാസ ഗഡുക്കളായാണ് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കപ്പെടുന്നത്. കേന്ദ്ര ധനമന്ത്രാലയം സമയാസമയങ്ങളിൽ പലിശ നിരക്കുകൾ അവലോകനം ചെയ്ത് പ്രഖ്യാപിക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ ഒരു തവണ അക്കൗണ്ട് ആരംഭിച്ചാൽ അന്നത്തെ പലിശ നിരക്ക് പദ്ധതിയുടെ കാലാവധി കഴിയുന്നതുവരെ മാറ്റമില്ലാതെ തുടരും. ഈ പദ്ധതിയുടെ നിശ്ചിത കാലാവധി 5 വർഷമാണ്. 5 വർഷം പൂർത്തിയാകുമ്പോൾ നിങ്ങൾ ആദ്യം നിക്ഷേപിച്ച മുഴുവൻ തുകയും തിരികെ കൈപ്പറ്റാൻ സാധിക്കും. കാലാവധിക്ക് ശേഷം നിക്ഷേപകന് 2 ഓപ്ഷനുകളുണ്ട്. ഒന്നുകിൽ മുതലും ലാഭവും പൂർണ്ണമായി പിൻവലിക്കാം, അല്ലെങ്കിൽ ആ തുക അതേ പദ്ധതിയിൽ തന്നെ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്ത് പ്രതിമാസ പലിശ വരുമാനം തുടർന്നു പോരാവുന്നതാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ 5 വർഷത്തെ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് തുക പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചില പ്രത്യേക നിബന്ധനകൾ നിലവിലുണ്ട്. പദ്ധതിയിൽ ചേർന്ന് ആദ്യത്തെ 1 വർഷത്തിനുള്ളിൽ തുക തിരികെ പിൻവലിക്കാൻ കഴിയില്ല. 1 മുതൽ 3 വർഷത്തിനുള്ളിലാണ് പിൻവലിക്കുന്നതെങ്കിൽ നിക്ഷേപ തുകയിൽ നിന്ന് 2%, 3 വർഷത്തിന് ശേഷമാണ് പിൻവലിക്കുന്നതെങ്കിൽ 1% പെനാൽറ്റിയായി ഈടാക്കുന്നതാണ്. പോസ്റ്റ് ഓഫീസിൽ പോയി അക്കൗണ്ട് ആരംഭിക്കുന്നതിനായി ആധാർ കാർഡ്, പാൻ കാർഡ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അഡ്രസ് പ്രൂഫ്, ഏജ് പ്രൂഫ്, പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട് പാസ്ബുക്ക് എന്നിവ ആവശ്യമാണ്. പ്രതിമാസ പലിശ തുക നേരിട്ട് ക്രെഡിറ്റ് ആകുന്നത് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടിലേക്കായതിനാൽ ഈ പദ്ധതിയിൽ ചേരുന്നതിന് മുൻപ് ഒരു പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ നേരിട്ടെത്തി POMIS അപേക്ഷാ ഫോം പൂരിപ്പിച്ച് നൽകി KYC രേഖകളും നോമിനി വിവരങ്ങളും സമർപ്പിച്ച് നിക്ഷേപ തുക അടയ്ക്കാവുന്നതാണ്. ചെക്ക് വഴിയോ പണമായോ മറ്റ് ഓൺലൈൻ ട്രാൻസ്ഫറൊക്കെ വഴിയോ അക്കൗണ്ട് ആരംഭിച്ച് 1 മാസം തികയുമ്പോൾ മുതൽ തന്നെ ആദ്യത്തെ പ്രതിമാസ പലിശ തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലഭിച്ചു തുടങ്ങും. ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്ന പലിശ വരുമാനത്തിന് മേൽ ഇൻകം ടാക്സ് സ്ലാബ് അനുസരിച്ച് നികുതി ബാധകമാണ്. പലിശ തുകയിൽ നിന്ന് പോസ്റ്റ് ഓഫീസ് തനിയെ TDS ഈടാക്കാറില്ലെങ്കിലും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഈ വരുമാനം പ്രത്യേകം കണക്കിൽ കാണിക്കേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ ഗ്യാരണ്ടിയും വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾ ബാധിക്കാത്ത സുരക്ഷിതത്വവുമാണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിന്റെ ഏറ്റവും വലിയ ആകർഷണം. പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിൽ 9 ലക്ഷം രൂപ, അതായത് സിംഗിൾ അക്കൗണ്ടിൽ നിക്ഷേപിക്കാവുന്ന പരമാവധി തുക നിക്ഷേപിച്ചാൽ നിലവിലെ 7.4% വാർഷിക പലിശ നിരക്ക് അനുസരിച്ച് പ്രതിമാസ പലിശ വരുമാനമായി 5550 രൂപ ലഭിക്കും. 1 വർഷത്തെ ആകെ പലിശയായി 66,600 രൂപയും 5 വർഷത്തെ ആകെ പലിശ വരുമാനമായി 3,33,000 രൂപയും ലഭിക്കും. ഇനി പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിൽ 15 ലക്ഷം രൂപ, അതായത് ജോയിന്റ് അക്കൗണ്ട് വഴി പരമാവധി നിക്ഷേപിക്കാവുന്ന തുക നിക്ഷേപിച്ചാൽ നിലവിലെ 7.4% എന്ന വാർഷിക പലിശ നിരക്ക് അനുസരിച്ച് പ്രതിമാസ പലിശ വരുമാനമായി 9,250 രൂപയും 1 വർഷത്തെ ആകെ പലിശയായി 1,11,000, 5 വർഷത്തെ ആകെ പലിശ വരുമാനമായി 5,55,000 രൂപയും ലഭിക്കും. ഓരോ മാസവും നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടിലേക്ക് പലിശ വരുമാനം കൃത്യമായി ലഭിക്കും. 5 വർഷത്തെ കാലാവധി പൂർത്തിയാകുമ്പോൾ നിങ്ങൾ നിക്ഷേപിച്ച തുക തിരികെ ലഭിക്കുകയും ചെയ്യും. പദ്ധതിയുടെ കൂടുതൽ അറിയിപ്പുകൾക്കായി അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.